ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും അത്ഭുത പ്രവർത്തകയായ മഞ്ഞുമാതാവിന്റെ നടയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം സാറേ, ഈ ഒരു നിമിഷം 3.5 വർഷം മുമ്പ് ഈ വഖഫ് എന്ന് പറഞ്ഞ ഈ പേട്ടത്തേങ്ങ ഞങ്ങളുടെ തലയിൽ വീണിട്ട് ഇതെന്താണെന്ന് അറിയാതെ ഞങ്ങൾ വഖഫിന്റെ ഓഫീസിൽ പോയൊരു ചരിത്രമുണ്ട്. അപ്പൊ അവിടുത്തെ വഖഫിന്റെ അന്നത്തെ CEO ആയ ജമാൽ പറഞ്ഞു, നിങ്ങൾക്ക് വഖഫ് ബോർഡ് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ ഇത്ര ലക്ഷം ആസ്തിയുള്ള ഒരു സ്വത്തുള്ള ഒരു ടീമാണ്, ഞങ്ങൾക്ക് 110ഓളം ഇന്ത്യയിലെ ഫേമസ് വക്കീലന്മാരുണ്ട്, അതുണ്ട് ഇതുണ്ട്, അത് കാരണം ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും വഖഫ് ബോർഡ് എന്താണെന്ന്. പക്ഷെ സാറ്, ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സജീവ പ്രവർത്തകനായ ഒരു ഇവിടുത്തെ സമരസമിതിയിലുള്ള എന്റെ ബ്രദറെ കൂടിയ സെബാസ്റ്റ്യൻ വഖഫ് ബോർഡിന്റെ അന്നത്തെ CEO ജമാലിനോട് പറഞ്ഞു, സാറേ ഞങ്ങൾ സാധാ മത്സ്യത്തൊഴിലാളികളാണ്, ഞങ്ങൾക്ക് എന്താണ് വഖഫ് ബോർഡ് എന്നും കൂടി അറിയാൻ പറ്റില്ല. സാറിന്റെ പോലെ ശക്തിയോ സാറിന്റെ പോലെ സാന്നിധ്യങ്ങളോ സാറിന്റെ പോലെ സന്നാഹങ്ങളോ ഇല്ല. പക്ഷെ സാറ് മനസ്സിൽ വെച്ചോ, വഖഫ് ബോർഡിന്റെ അടിവേരകളെ ആദ്യത്തെ ആണിക്കല്ലായിരിക്കുള്ളൂ ഈ മാതാവിന്റെ മണ്ണെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു, മിസ്റ്റർ ജമാൽ, ഇഫ് യു ആർ ഹിയറിംഗ് us, കീപ് ഇൻ മൈൻഡ്, ഞങ്ങൾ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ് വഖഫ് ബോർഡിന്റെ അടിവേരകളെ ആദ്യത്തെ ആണിക്കല്ലായിരിക്കുള്ളൂ ഈ മാതാവിന്റെ മണ്ണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത്ഭുത പ്രവർത്തകയായ മാതാവിന്റെ മണ്ണിലേക്ക് ആർക്കൊക്കെ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കുന്നത്, ഇവിടെ വന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ കാര്യം സന്ദ്രമായിട്ട് കിട്ടും. അതുകൂടാതെ സാറേ, ഇനിയൊരു അഭ്യർത്ഥനയാണ് സാർ, അതായത് ഞങ്ങൾ ഇത്രയും സമരം ചെയ്യുന്ന ഈ സമര സാറിനറിയാലോ, എല്ലാവരും സാധാരണക്കാരൻ. ഞങ്ങൾക്ക് 3 ദിവസമായിട്ട് മുനമ്പം എന്ന് പറഞ്ഞ, എന്റെ പേര് ഫിലിപ്പ് ജോസഫ് എന്നാണ്. ഫിലിപ്പ് ജോസഫ് മുനമ്പെന്ന് ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എവിടെ നിന്ന് പോസ്റ്റ് ചെയ്താൽ എന്റെ വീട്ടിൽ പോസ്റ്റുകാർ കിട്ടും, കാരണം അത്രയ്ക്ക് ഫേമസ് ആയിപ്പോയി ഞങ്ങൾ. അപ്പൊ സാറ്, ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു സഹായം, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മച്ചിമാർക്ക് കുറച്ചു പേർക്ക് ഡൽഹിയിൽ വന്ന് നമ്മുടെ നരേന്ദ്രമോദിജിയെ കണ്ട് ഒരു നന്ദി പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ നടന്നെങ്കിലും അവിടെ എത്തിക്കോളാം സാറ്, ഞങ്ങൾ നടന്നെങ്കിലും അവിടെ എത്തിക്കോളാം. താങ്ക് യു സർ, ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു സേ. താങ്ക് യു. ആ ഒരു റിക്വസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ അത് അറേഞ്ച് ചെയ്യും. ഞങ്ങളെ പാർട്ടിക്കാരെല്ലാം ഇരുന്ന് തീരുമാനിച്ച് പ്രധാനമന്ത്രിയുടെ സമയം എടുത്തിട്ട് നമ്മളെല്ലാം ഇവിടുന്ന് പോയി അദ്ദേഹത്തിനെ കണ്ട് താങ്ക് യു എന്ന് പറയാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരാം.